അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ റിയാദില് AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ച് മരിച്ച ഒരു സിയാദിന്റെ വാർത്ത നമ്മൾ കേട്ടതാണ്. സിയാദിന്റെ ഖബറടക്കം നടന്നതിന് ശേഷം വളരെ സങ്കടത്തോട് കൂടിയിട്ട് അറബി പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. പ്രിയപ്പെട്ട സിയാദിന്റെ കുടുംബത്തിന് ഞാൻ എല്ലാ മാസവും സിയാദിന് കൊടുത്തിരുന്ന അതേ സാലറി ഒരു കുറവുമില്ലാതെ അയച്ചു കൊടുക്കും എന്നുള്ളത്. അറബിയുടെ കാരുണ്യത്തിന്റെ പ്രവൃത്തി വലിയ വാർത്തയായിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ നിന്ന് വേറിട്ടൊരു വാർത്ത എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളും ആ ഒരു ന്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. സിയാദ് മരിച്ചപ്പോൾ സിയാദിന് കൊടുക്കേണ്ട സാലറി, ഓരോ മാസവും കൊടുക്കുന്ന സാലറി യാതൊരു മുടക്കമില്ലാതെ സിയാദിന്റെ കുടുംബത്തിന് കൊടുക്കുന്നുള്ളത്. അറബിയുടെ സൽ പ്രവൃത്തി എല്ലാവരും വാനോളം പുകഴ്ത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ലൊരു കാരുണ്യത്തിന്റെ പ്രവൃത്തി തന്നെയാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു വാർത്ത നമുക്ക് മുന്നിൽ വരുമ്പോൾ ഒരുപാട് ചിന്തകൾക്ക് നമ്മൾ വിധേയരാവേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സൂക്ഷ്മമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം സ്വന്തം വാപ്പ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാടെ മുതലിന് വേണ്ടി തല്ലുകൂടുന്ന, കച്ചറുണ്ടാക്കുന്ന, കോടതി കയറി ഇറങ്ങിയിട്ട് പരസ്പരം സ്നേഹബന്ധം പോലും മറുത്ത് മാറ്റുന്ന ജ്യേഷ്ഠനയ്യന്മാരും സഹോദരിമാരുമുള്ള വലിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എത്രയോ കേട്ടതാണ്. ആ പിതാവ് മരിച്ചതിന് ശേഷം മുതലിന് വേണ്ടി മക്കൾ അടിപിടി കൂടി കേസായി കൊലപാതകം വരെ നടന്നു നമ്മൾ കേട്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം വീട്ടിൽ വേലക്കാരനായിട്ട് വന്നുള്ള സിയാദ് എന്ന് പറയുന്ന യുവാവിന്റെ മരണശേഷം സിയാദിന്റെ കുടുംബത്തിന് ഞാൻ ഒരു രൂപ പോലും കുറക്കാതെ സിയാദിന് കൊടുത്തിരുന്ന അതേ സാലറി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ആ അറബിയുടെ മനസ്സ് നമ്മൾ കാണുമ്പോൾ അതിന്റെ ബാക്കിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സിയാദ് ആ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നു. 7 വർഷക്കാലം ജോലി ചെയ്തിട്ട് ആ കുടുംബത്തിൽ ഒരു വിഷമങ്ങളും ഉണ്ടാക്കാതെ, ആ അറബിയെയോ അറബിയുടെ മക്കളെയോ ഭാര്യയെയോ യാതൊരു രീതിയിലും മോശമായിട്ടുള്ള രീതിയിൽ ഒരു വാക്ക് പറയാതെ, ഒരു കുടുംബത്തിനേക്കാൾ അപ്പുറം, രക്തബന്ധത്തിനേക്കാൾ അപ്പുറം, സ്നേഹബന്ധത്തിനേക്കാൾ അപ്പുറം ആ ഒരു വേലക്കാരൻ എന്ന രീതിയിൽ അവിടെ നിന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിനയത്തോടു കൂടി സേവനം ചെയ്തിട്ട് ആ കുടുംബത്തിന്റെ മനസ്സ് പിടിച്ചെടുക്കാൻ സിയാദ് കാണിച്ചിട്ടുള്ള ആ ഒരു പെരുമാറ്റമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അത് സിയാദിന്റെ വലിയൊരു ക്വാളിറ്റി അല്ലേ. മാഷാ അല്ലാഹ്. ആ പൊന്നുമോൻക്ക് അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ സ്ഥാനം സ്വർഗ്ഗത്തിൽ നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ സിയാദിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഭാഗ്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊരു നഷ്ടമാണ്, നമ്മുടെ സമൂഹത്തിനൊരു നഷ്ടമാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെങ്കിലും ആ കുടുംബത്തിന്റെ ഒരു ഏക അത്താണിയാണ് സിയാദ് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കുടുംബ ന്യൂസുകൾ അറിഞ്ഞപ്പോൾ ഒരു സഹോദരി സിയാദിനുണ്ട്, അതിന്റെ പുറമെ സിയാദ് മാത്രമുള്ള ആ കുടുംബത്തിൽ എന്ന് തോന്നുന്നുണ്ട്. തൊടുപുഴയിലായിരുന്നു താമസം. ഇപ്പൊ എറണാകുളം ഭാഗത്താണ് അവരുടെ താമസം ഉള്ളത്. തൊടുപുഴക്കാരാണെങ്കിൽ എറണാകുളം താമസിക്കുന്നു. അങ്ങനെയൊക്കെ ന്യൂസിൽ കണ്ടു. അപ്പൊ ഈ ഏക മകന്റെ വിയോഗം ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാതെ, ആ കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടപ്പോൾ ആ അറബി സ്നേഹത്തോടു കൂടി ആ മകൻ ജീവിച്ചിരുന്നിരുന്ന സമയത്ത് എത്ര പൈസയാണോ കൊടുത്തിരുന്നത് അത് ആ ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യക്കും അയച്ചു കൊടുക്കുന്നു പറയുമ്പോൾ ആ പൊന്നുമോൻ ജീവിച്ച പാത എന്നുള്ളത് ആ മാതാപിതാക്കൾക്ക് ഏറ്റവും അനുഗ്രഹമല്ലേ. മാത്രമല്ല ആഖിറത്തിൽ ആ പൊന്നുമോനെ കുറിച്ച് നല്ല വർത്താനല്ലേ അറബി പറയുന്നത്, ആ കുടുംബം പറയുന്നത്. സാധാരണ നമ്മൾ ഒരുപാട് ഇടപഴകി ജീവിക്കുന്ന ആളുകളൊക്കെ മരണശേഷം പലപ്പോഴും പല തെറ്റുകളും നമ്മൾ ചെയ്യാറുണ്ട്, പൊരുത്തപ്പെടിക്കാറുണ്ട്. നമ്മൾ പല സ്ഥലത്തേക്കും പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ പല കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, കുറവുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ 7 വർഷക്കാലം ജീവിച്ചിട്ട് ആ ഒരു കുടുംബത്തിലെ ആ അറബിയുടെ കുടുംബത്തിന്റെയും ഉള്ളിൽ ഇത്രമാത്രം സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ അവരുടെ മനസ്സിനോട്, ഹൃദയത്തിനോട്, അവരുടെ നെഞ്ചിനോട് ആ സിയാദിനെ ആ കുടുംബം ചേർത്ത് പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് നമുക്കൊക്കെ പാഠമാക്കേണ്ടതില്ലേ. നമ്മുടെയൊക്കെ കുടുംബജീവിതം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അവസ്ഥ, ജോലി ചെയ്യുന്ന വീടിന്റെ അവസ്ഥ, സ്വന്തം കാര്യം മാത്രം, അത് മാത്രം എനിക്ക് എൻ്റെ ശമ്പളം വേണം, എൻ്റെ പൈസ വേണം, അല്ലെങ്കിൽ എനിക്ക് ഡയലി കിട്ടുന്ന ആ പ്രതിഫലം വേണം എന്ന് വിചാരിച്ച് പല സ്ഥാപനങ്ങളിലും പോയിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പ്രവർത്തിക്കുന്ന എത്ര ആളുകളുണ്ട്. അതിനപ്പുറം വിവാഹം കഴിഞ്ഞതിന് ശേഷം നരകമായിട്ട് കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ട്. യാതൊരു കുഴപ്പമില്ലാതെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് കഴിഞ്ഞിരുന്ന മാതാവ്, പിതാവ്, ജ്യേഷ്ഠൻ, അനിയന്മാർ. അതിൽ മൂത്ത ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അനിയന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ട് ആ കുടുംബം നരകമാക്കിയിട്ടില്ലേ. എത്ര വാർത്തകൾ നമ്മൾ കേട്ടത്. ആ കുടുംബം തമ്മിലടിപ്പിച്ചു, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ നമ്മൾ നമ്മുടെ മുന്നിൽ കേൾക്കുന്ന, കാണുന്ന വാർത്തകളാണ്. അങ്ങനെയുള്ള വാർത്തകൾ നിലനിൽക്കുന്ന സമയത്താണ് മാഷാ അല്ലാഹ് അറേബ്യയിൽ നിന്ന്, അല്ലേ,
ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് കാരുണ്യത്തിന്റെ ഒരു വാർത്ത വന്നത്. ആ കാരുണ്യത്തിന്റെ വാർത്തയ്ക്ക് പിറകിൽ ഈ സിയാദ് എന്ന് പറയുന്ന യുവാവിന്റെ ആ പെരുമാറ്റം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് വലിയ പാഠമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് പെരുമാറ്റം. മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക, നമ്മളായിട്ടൊരു കുടുംബത്തിനെ വേദനിപ്പിക്കാതിരിക്കുക, കുടുംബം നശിപ്പിക്കാതിരിക്കുക. പലപ്പോഴും നമ്മളൊരു വ്യക്തി പല സ്ഥലങ്ങളിലും കയറി ചെന്നതിന്റെ പേരിൽ ആ ബിസിനസ് നശിപ്പിച്ചിട്ടില്ലേ? ആത്മാർത്ഥമായി സ്നേഹത്തോട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചേർത്ത പാർട്ട്ണർക്ക് പാര വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് തട്ടിയെടുക്കുന്നവരില്ലേ കൂടെ നടന്നിട്ട്, അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഇത്രയും നീചമായിട്ട് അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ട് പല വാർത്തകളും നമുക്ക് മുന്നിൽ വരുമ്പോൾ, ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ കൊലക്ക് കൊടുത്ത വാർത്തകൾ, ഒരു പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊലക്ക് കൊടുത്ത വാർത്തകൾ, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മുടെ മുന്നിൽ വരുന്ന ഈ കാലഘട്ടത്തിലാണ് മാഷാ അള്ളാ ഒരു കുടുംബത്തിൽ 7 വർഷം ഒരു ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന സിയാദ് എന്ന് പറയുന്ന ആ യുവാവ് പൊടുന്നനെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായപ്പോൾ ആ കുടുംബത്തിലെ നാഥനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അർബാബ് അറബി എന്ന് പറയുന്ന മനുഷ്യൻ സങ്കടത്തോട് കൂടിയിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് ആ സിയാദിന്റെ മയ്യത്ത് പോലും ഖബറിലേക്ക് കൊണ്ടുവച്ചത്. പ്രായത്തെ വകവെക്കാതെ സിയാദിനെ ചെയ്യുന്ന സമയത്ത് ഖബറിലേക്ക് ഇറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രിയപ്പെട്ട ആ വീട്ടിലെ ആ സേവകനായ ഡ്രൈവറായ സിയാദിന്റെ മയ്യത്തിനെ താങ്ങി പിടിച്ച് ഖബറിലേക്ക് വെക്കാൻ പോലും ആ അറബി കൂടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. നോക്കണേ, അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഭാഗമായിരുന്നു സിയാദ് എന്നുള്ളതാണ്. മാഷാ അല്ലാ, അത്രമാത്രം നന്മയുടെ ഓരോ വാക്കുകൾ നമുക്ക് കേൾപ്പിക്കാൻ പറ്റിയ നമ്മുടെ ജീവിതം വിജയിപ്പിച്ചു. ഇന്ന് അങ്ങനെയാണോ? അപ്പൊ ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം, അറബിയുടെ സഹായത്തിന്റെ ആ ഒരു കരങ്ങൾ, കാരുണ്യത്തിന്റെ കരങ്ങൾ മാഷാ അല്ലാ വലുത് തന്നെയാണ്. നമ്മൾ അതിനെ വലിയ കാര്യമായിട്ട് തന്നെ കാണണം. ആ കാരുണ്യത്തിന്റെ കരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ശമ്പളം അല്ലെങ്കിൽ അദ്ദേഹം സിയാദിന് കൊടുത്തിരുന്ന തുക മുടങ്ങാതെ കൊടുക്കും ഞാനെന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണക്കാരൻ സിയാദാണ്. അപ്പൊ ആ സിയാദിന് വലിയ പ്രസക്തി ഉണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാഠമാക്കണം. ഓരോ മരണങ്ങളും ദുരന്തങ്ങളും വാർത്തകളും നമുക്ക് മുന്നിൽ വരുമ്പോൾ അതിങ്ങനെ കേട്ടിട്ട് വാവ് എന്ന് പറഞ്ഞ് എന്താല്ലേ എന്ന് പറയുന്നതിന് മുന്നേ ഒരു ചെറിയ മാറ്റം നമ്മുടെയൊക്കെ മനസ്സിൽ മാറിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഓരോ കുടുംബം സന്തോഷിക്കും. യാതൊരു കാര്യമില്ലാതെ വെറുതെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്ന് കുറ്റപ്പെടുത്തുക, ചിന്തിച്ചിരുന്ന് വെറുപ്പോടുകൂടി ഓരോ മനുഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കുക, ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക. ഒന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെ കുറിച്ചിട്ടൊക്കെ മോശമായിട്ട് പരസ്പരം ചിന്തിക്കുക. ഒരു തെളിവുമില്ല, ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു സത്യം ഉണ്ടാവില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ എത്രയെത്ര കൗൺസിലിംഗ് ആണ് നമ്മുടെ ക്ലിനിക്കിൽ നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവള് പറയാ, എന്നൊക്കെ അങ്ങനെ തോന്നിയതാണ്, ഞാൻ അറിഞ്ഞതാണ് ഒക്കെ. അപ്പൊ നമ്മൾ കാരണമായിട്ട് മറ്റുള്ളവരുടെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ പെരുമാറ്റം വളരെ മോശമാണെന്ന് ചിന്തിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഒരു സന്തോഷം ഒരു വ്യക്തിക്ക് നൽകിയാൽ പടച്ച റബ്ബ് 10 സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തരും എന്നുള്ളതാണ്. നമ്മൾ കാരണമായിട്ട് ഒരു കുടുംബം കണ്ണീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണീര് നിന്ന് സമയം ഉണ്ടാവില്ല എന്നുള്ളത്. എപ്പോഴും സങ്കടങ്ങളും അസുഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വാർത്തകൾക്ക് പിറകിലും ഓരോ സത്യങ്ങളുണ്ട്. ഇപ്പൊ ഈ അറബിയുടെ ഈ കാരുണ്യത്തിന്റെ ഈ ഒരു വാക്കിന് പിറകിൽ 7 വർഷം അവിടെ ജോലി ചെയ്ത സിയാദ് എന്ന് പറയുന്ന നന്മയുടെ മരമായ നന്മയുള്ള ആ ഒരു മനുഷ്യന്റെ ആ ഒരു എന്താ പറയാ ആ വീട്ടിലെ പെരുമാറ്റം എന്തായാലും വാർത്തയല്ലേ, അതിലൊരു സംശയമില്ലല്ലോ. ഇന്ന് സ്വന്തം മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഉപ്പയുടെ മുതലിന് വേണ്ടി കടിപിടി കൂടുന്ന സമൂഹമാണ്. എത്ര കാര്യങ്ങൾ ക്ലിനിക്ക് നമ്മൾ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് നമുക്ക് നോക്കി അറിയാം. ജ്യേഷ്ഠ അനിയന്മാര് തമ്മിലും വലിയ ബന്ധമൊന്നുമില്ല, അങ്ങോട്ടും കൊണ്ട് കുറ്റം പറച്ചിലും പാരവെക്കലുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണ് 7 വർഷക്കാലം ഒരു രക്തബന്ധമോ കുടുംബ ബന്ധമോ ഒന്നുമില്ലാതെ, നാടിന്റെ ബന്ധം പോലും ഇല്ല, അന്യനാട്ടുകാരൻ അല്ലേ, ഇന്ത്യയിലുള്ള ഒരു മനുഷ്യൻ അറേബ്യൻ രാജ്യത്ത് ചെന്നിട്ട് അറബിയുടെ മനസ്സ് ഇത്രമാത്രം മാറ്റിയെടുത്തുവെങ്കിൽ ഈ ഒരു പെരുമാറ്റം നമ്മുടെ ഈ പറയുന്ന എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ആരോടാ വെറുപ്പ് കാണിക്കാൻ നേരം? നമ്മൾ എങ്ങനെ തല്ലുകൂടും? എങ്ങനെ അങ്ങോട്ടും കുറ്റം പറയും? ഇന്ന് കൂടിയിരുന്നതിൽ നിന്ന് ഒരാൾ പോയാൽ ബാക്കിയുള്ളവർ പോയ ആളെ കുറ്റം പറയല്ലേ? ഈ കുറ്റം പറയുന്ന ബാക്കിയുള്ള ആളുകൾ മനസ്സിലാക്കണ്ടേ, ഞാനും ഈ മജ്‌ലിസിൽ നിന്ന് നിച്ചു പോയാൽ, ഈ സദസ്സിൽ നിന്ന് നിച്ചു പോയാൽ ഈ ഹംകിങ്ങൾ ഇന്ത്യയും കുറ്റം പറയും എന്നുള്ളത്. പക്ഷെ നമ്മൾ ആരാ ചിന്തിക്കുക?
മാഷാ അല്ലാ, അല്ലാഹു തആല പൊന്നു മോന് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഉന്നതമായ സ്ഥാനം സ്വർഗ്ഗത്തിൽ നൽകട്ടെ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതിനപ്പുറം ആ അറബിയുടെ ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ആ മാതാപിതാക്കൾക്ക് ഏക അത്താണിയായ മകൻ നഷ്ടപ്പെട്ടപ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അല്ലാഹു തആല മറ്റൊരു മാർഗത്തിലൂടെ ജീവിതത്തിന്റെ മാർഗം കൊടുക്കുകയാണ്. വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യക്ക്, മക്കൾക്ക്, ഉപ്പാക്കൊക്കെ. അല്ലാഹു തആല ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിരുന്നാലും ആ മകൻ അവിടെ ഖബറിൽ കിടക്കുമ്പോൾ അദ്ദേഹം സന്തോഷമായിട്ട് കിടക്കും. അള്ളാഹുവിന്റെ വിധിക്ക് ഞാൻ ഉത്തരം ചെയ്തു, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ഞാൻ യാത്രയായി. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ അവിടെ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുന്നില്ല. എൻ്റെ സൽപ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ നന്മയുള്ള ജീവിതം കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ പട്ടിണി കിടക്കാതെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയല്ലേ? പിന്നെ ഇങ്ങനെ നന്മയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് ആ മനുഷ്യനെ, സിയാദിനെ ഓരോരുത്തരും ഓർത്തിരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ സൗഭാഗ്യം അതും തന്നെയല്ലേ? ആഖിറത്തിലും വെളിച്ചമല്ലേ? അള്ളാഹു നല്ല വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ആ പൊന്നുമോന്റെ പ്രവൃത്തി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എന്താണെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ സിയാദിന്റെ ശമ്പളം മുടങ്ങാതെ ആ കുടുംബത്തിന് എത്തുന്ന വാർത്ത വെറും അറബിയുടെ കാരുണ്യത്തെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉൾക്കൊള്ളുന്ന ഓരോ സ്ഥാപനങ്ങളും, വീടും, പിന്നെ കുടുംബവും എല്ലാം നമ്മളെ കൊണ്ട് ഹാപ്പിയാക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ അതിന്റെ വലിയൊരു പങ്ക് നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത കൊണ്ട് മാത്രമാണ് തിരിച്ച് റിട്ടേൺ വരുന്നത് എന്ന് മനസ്സിലാക്കുക. മാറാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടെ എന്നോടും നിങ്ങളോടും ഈ വാർത്തയുടെ പിന്നാമ്പുറത്തുള്ള ആ സിയാദിന്റെ പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് മനസ്സ് തരട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.